UGC കരട് നിർദ്ദേശങ്ങൾ ഫെഡറലിസത്തെ തകർക്കുന്നതാണെന്നും സംസ്ഥാനങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാനാണ് UGCയുടെ ശ്രമമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. UGC കരട് റെഗുലേഷനെതിരെ BJP ഇതര സംസ്ഥാനങ്ങളെ അണിനിരത്തി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ദേശീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നിയമസഭാ മന്ദിരത്തിൽ നടക്കുന്ന കൺവെൻഷനിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും പങ്കെടുത്തു. UGC കരട് നിർദ്ദേശങ്ങളിലെ VC നിയമന നിർദ്ദേശങ്ങളോടാണ് പ്രധാന എതിർപ്പെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കരട് നിർദ്ദേശം ആരെയും VCയാക്കാൻ ചാൻസലർക്ക് അധികാരം നൽകുന്നതാണ്. നിയമസഭകളുടെ അധികാരത്തെയാണ് വെല്ലുവിളിക്കുന്നത്. ഗവർണർമാർക്കെതിരെ മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചു. BJP ഇതര സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ സംസ്ഥാന സർക്കാരുകളെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഗവർണർമാർ തീരുമാനമെടുക്കാൻ വൈകുകയാണ്. രാഷ്ട്രീയ യജമാനന്മാർക്കു വേണ്ടി ഗവർണർമാർ രാഷ്ട്രീയം കളിക്കുകയാണെന്നും കേരളത്തിലും സമാന സ്ഥിതിയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഗവർണർമാർ ചാൻസലർ എന്ന നിലയ്ക്ക് രാഷ്ട്രീയ ഇടപെടൽ നടത്തുകയാണ്. കരട് നിർദ്ദേശത്തിൽ തിരുത്തൽ വേണമെന്നും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വാണിജ്യവൽക്കരിക്കാനാണ് നീക്കമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിനിടെ കൺവെൻഷൻ സംഘടിപ്പിച്ചതിന് സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കുകയാണെന്നും UGC ഭരണഘടനയ്ക്കുള്ളിൽ നിന്നായിരിക്കണം പ്രവർത്തിക്കേണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സർക്കാരുകൾ സർവകലാശാലകളെ പിന്തുണയ്ക്കുകയും സഹായിക്കുകയുമാണ് വേണ്ടത്, അതല്ലാതെ നിയന്ത്രിക്കുകയല്ല വേണ്ടതെന്നും അദ്ദേഹം ആരോപിച്ചു. കൺവെൻഷനിൽ വൈസ് ചാൻസലർമാർ പങ്കെടുത്തില്ല. തെലങ്കാന ഉപമുഖ്യമന്ത്രി, കർണാടക, തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാർ അടക്കം പരിപാടിയിൽ പങ്കെടുത്തു. Have tried to undercut the resources to be allocated to the states by the Finance Commission. On top of that, we are seeing the unions' allocation for their own schemes coming down year after year, while the states are being forced to chip in more and more. According to RBI reports, the states are having to cover a substantial 65% of the country's total expenses, with the union's contribution being only 35%. But when it comes to revenue sharing, it goes in the reverse direction. And the revenue through which the union is meddling into states' affairs is through the governors appointed by them. Constitutionally, governors are to exercise their duties on the advice of the state cabinets. However, we have seen governors in opposition-ruled states acting at the behest of the powers that appointed them, that is, the union government. We are all familiar with the case that was filed by the Delhi state government in the Honorable Supreme Court and the verdict of the Constitution bench. However, within days of that landmark judgment,